ആണുങ്ങളില്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ പാടാണ്. ആണുങ്ങളോടൊപ്പവും ജീവിക്കാൻ പാടാണ്. അതുപോലെ കൂടെ ഒരു സ്ത്രീ ഉണ്ടെങ്കിലും ജീവിക്കാൻ പാടാണ്. സ്ത്രീ ഇല്ലെങ്കിലും ജീവിക്കാൻ പാടാണ്. ഇതെല്ലാം കേട്ട നിങ്ങള് ഞാൻ എന്തൊക്കെയാ പറയുന്നതെന്ന് ആലോചിക്കുന്നില്ലേ? ഇങ്ങനൊരു ഡിഫറെന്റ് തീം പറയുന്ന ഒരു കിടുക്കം മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. മച്ചന്മാരെ എല്ലാവർക്കും സിനിമാറ്റോഗ്രാഫറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മോഡേൺ ലവ് ചെന്നൈ എന്ന മൂവിയാണ്. ഇനി ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ദെൻ ലെറ്റ്സ് ഗോ ടു ദ സ്റ്റോറി. മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ ചെന്നൈയിലെ ചെറിയൊരു ഗ്രാമം കാണിക്കുന്നു. നായിക ഇവിടെയാണ് ജനിച്ചു വളർന്നത്. പക്കാ നാട്ടുംപുറത്തുകാരിയായ നമ്മുടെ നായികയ്ക്ക് ഈ സമയം ഒരു കാര്യം നടക്കുവാണ്. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവളൊരു പയ്യനുമായിട്ട് പ്രണയത്തിലായിരുന്നു. ആ പ്രണയത്തിലൂടെ അവൻ അവളെ പ്രഗ്നന്റ് ആക്കി. എന്നിട്ട് അവളെ പറ്റിച്ച് അവൻ കളന്നു കളയുകയും ചെയ്തു. അങ്ങനെ ഇപ്പൊ ഈ ഒരു കാര്യം കൊണ്ട് അച്ഛനില്ലാതെ കുട്ടീനെ വളർത്താൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി നമ്മുടെ നായിക അവളെ കൂട്ടുകാരിനെയും കൂട്ടിക്കൊണ്ട് അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തി. ഡോക്ടറോട് ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ ഡോക്ടർ അബോർഷൻ നടത്തുവാണ്. അതിനുശേഷം ഉണ്ടായിപ്പോയ അവസ്ഥ കൊണ്ട് നായിക ഒരുപാട് സങ്കടപ്പെട്ട് നടക്കുവാണ്. പിന്നീട് അങ്ങോട്ട് ഒന്നിനും അവൾക്കൊരു വൈബ് കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവളുടെ കൂട്ടുകാരി അവിടെ അടുത്തുള്ള ഒരു സ്വാമീന്റെ അടുത്തേക്ക് അവളെ കൂട്ടിക്കൊണ്ട് ചെല്ലുന്നു. എന്നിട്ട് സ്വാമി ഇവള് കുറച്ചു നാളായിട്ട് ഒരു ഉത്സാഹവും ഉന്മേഷവും ഇല്ലാതെ നടപ്പാണ്. ഇവളുടെ ഈ അവസ്ഥ മാറുമെന്ന് ഒന്ന് കൈ നോക്കി പറയണം. ഇവള് പഴയ പോലെ ആവാൻ എന്തെങ്കിലും പ്രതിവിധി പറഞ്ഞു തരണം. ശരിക്കും ഈ സ്വാമി എന്ന് പറഞ്ഞിരിക്കുന്ന ഇയാളില്ലേ, ഇയാളൊരു കള്ളസ്വാമിയാണ്. എന്നാൽ ഇതൊന്നും അറിയാതെയാണ് നായികനെ കൂട്ടിക്കൊണ്ട് കൂട്ടുകാരി ഇവിടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ നായികന്റെ കൈ നോക്കി ആ സ്വാമി പറയാൻ തുടങ്ങുവാണ് കാര്യങ്ങൾ. നീ ഒരുപാട് പ്രണയിച്ചോണ്ടിരുന്നൊരു പയ്യൻ നിന്നെ ചീറ്റ് ചെയ്തിട്ട് പോയി. അതാണ് നിന്റെ പ്രശ്നം. എന്താ കറക്റ്റ് അല്ലേ? ഒരു വാതിലടഞ്ഞ 10 വാതില് വേറെ തുറക്കൂന്നാണ് പറയുന്നത്. അതുകൊണ്ട് നീ ഇപ്പൊ നടന്ന ഈ അവസ്ഥയെ ആലോചിച്ച് ഒട്ടും സങ്കടപ്പെടണ്ട. നിനക്ക് ചേരുന്നൊരു പയ്യൻ നിന്റെ ജീവിതത്തിലേക്ക് എത്തും. ഇങ്ങ് സൗത്തിൽ നിന്നുള്ളതല്ല, അങ്ങ് നോർത്തിൽ നിന്നുള്ള ഒരു പയ്യൻ. അങ്ങനെ സ്വാമി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതും നായികയ്ക്ക് അകദേശം വരുവാണ്. ഒരാള് വന്നതിന് ക്ഷീണം മാറിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനി എനിക്കൊരു പ്രണയവും വേണ്ട മണ്ണാങ്കട്ടയും വേണ്ടാന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അടുത്ത സീനില് ഒരു ബിസ്ക്കറ്റ് ഫാക്ടറി കാണിക്കുന്നു. നായിക ഇവിടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അടുത്ത ദിവസം നായിക അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അവിടെ കുറച്ച് ബിസ്ക്കറ്റ് വാങ്ങാൻ വേണ്ടി ഒരു നോർത്ത് ഇന്ത്യൻ പയ്യൻ വരുവാണ്. ഇവനവിടെ അടുത്തൊരു പാനിപ്പൂരി കട നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. നല്ല വെളുത്ത് നല്ല സുന്ദരനായ ഒരു നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ അവനെ കണ്ടത് നമ്മുടെ നായിക അന്ന് ആ സ്വാമി പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നു. ഇനി ഒരു പക്ഷെ ഇവനെങ്ങനെ ആയിരിക്കുമോ ആ സ്വാമി പറഞ്ഞ അടുത്തതായിട്ട് എന്നെ പ്രണയിക്കാൻ പോകുന്ന ആ പയ്യൻ. അങ്ങനെ ആ പയ്യനെ കണ്ട സമയത്ത് നായിക ചിന്തിച്ച അതേ കാര്യങ്ങള് നായികനെ കൂട്ടിക്കൊണ്ടാണ് സ്വാമിന്റെ അടുത്തേക്ക് പോയ നായികന്റെ ആ കൂട്ടുകാരിയില്ലേ അവളും ചിന്തിക്കുന്നു. അവള് ചിന്തിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അത് ഉറപ്പിക്കുകയും ചെയ്യുന്നു. നായികന്റെ ഇപ്പത്തെ ഈ അവസ്ഥയെല്ലാം ഒന്ന് മാറ്റി അവളെ പണ്ടത്തെ പോലെ ആക്റ്റീവ് ആക്കി എടുക്കാൻ ആ സ്വാമി പറഞ്ഞ പോലെ ഈ പയ്യൻ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേ പറ്റൂ. അതുകൊണ്ട് ഇവരെ തമ്മിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കണക്ട് ചെയ്യണമെന്ന് കൂട്ടുകാരി വിചാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതിനുവേണ്ടി പിന്നീട് നായികന്റെ ഫ്രണ്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ജോലിയെല്ലാം കഴിഞ്ഞ് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുന്ന സമയം അവളെയും കൂട്ടിക്കൊണ്ട് നേരെ ആ പാനിപ്പൂരി കടയിലേക്ക് ചെല്ലും. അതായത് ആ നോർത്ത് ഇന്ത്യൻ പയ്യന്റെ കടയിലേക്ക്. എന്നിട്ട് നമ്മുടെ നായികയ്ക്ക് പാനിപ്പൂരി എല്ലാം വാങ്ങിക്കൊടുത്ത് അങ്ങനെ നായികനെ അവനുമായിട്ട് പരിചയപ്പെടുത്തി ആ ഒരു രീതിക്കൊക്കെ അവരെ കണക്ട് ചെയ്യാൻ ഫ്രണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഫ്രണ്ടിന്റെ ഈ കോപ്രായങ്ങളെല്ലാം കാണുമ്പോൾ നായികയ്ക്ക് എന്താ ഉദ്ദേശം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് പ്രണയത്തിലേക്ക് പോകാൻ ഇനി താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ നായികയാണെങ്കിൽ എല്ലാം തിരിഞ്ഞൊഴിഞ്ഞു മാറുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഏരിയയിലുള്ള കുറച്ച് പൂവാലന്മാര് അവിടെ ഒന്ന് നായികനോട് പ്രശ്നം ഉണ്ടാക്കുവാണ്. ഈ സമയം പാനിപ്പൂരി പയ്യൻ അതായത് ആ നോർത്ത് ഇന്ത്യൻ പയ്യൻ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനെ ശല്യം ചെയ്യില്ലെന്നും പറഞ്ഞുകൊണ്ട് അവന്മാരെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നു. ഓ നിന്നെ അവന്മാരൊന്നും ശല്യപ്പെടുത്തിയപ്പോഴേക്കും ആ പയ്യൻ നിന്റെ മേലെ കെയർ എടുക്കുന്ന കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഈ സമയം നായികന്റെ ഫ്രണ്ട് നായികന്റെ മനസ്സിലേക്ക് പ്രണയത്തിന്റെ തീ കോരിയിടുവാണ്. പിന്നീട് അങ്ങോട്ട് സമയം കിട്ടുമ്പോഴല്ല ആ പയ്യനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നായികന്റെ മനസ്സിലേക്ക് അവനെ കുത്തിക്കയറ്റാൻ ശ്രമിക്കുവാണ് നായികന്റെ ഫ്രണ്ട്. അങ്ങനെ ഒടുവിൽ നായികന്റെ ആ ഫ്രണ്ടിന്റെ ശ്രമം അങ്ങനെ ഫലം കാണുന്നു. ഒരു ദിവസം നായികനെ നിർബന്ധിച്ച് നായികന്റെ ഫ്രണ്ട് ഒറ്റയ്ക്ക് ആ പാനിപ്പൂരി കടയിലേക്ക് വിടുവാണ്. അങ്ങനെ അവിടെ ചെന്ന് നായിക അയാളോട് സംസാരിച്ച് നിൽക്കുന്ന സമയം അവിടേക്ക് ഒരു ഫുഡ് ബ്ലോഗർ വരുന്നു. അങ്ങനെ അയാൾ അവിടെയുള്ള പാനിപ്പൂരിന്റെ കാര്യമെല്ലാം പറഞ്ഞ് അതിന്റെ വീഡിയോസ് എല്ലാം എടുക്കുന്ന സമയം ആ നോർത്ത് ഇന്ത്യൻ പയ്യൻ നായികരുടെ റിക്വസ്റ്റ് ചെയ്യുവാണ്. ഈ പുള്ളി എന്റെ കടയുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുവാണ്. പാനിപ്പൂരി എല്ലാം പെട്ടെന്ന് റെഡിയാക്കി കൊടുത്താ അതിൽ അയാൾ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യും. അത് അയാൾ പബ്ലിഷ് ചെയ്യുന്നതോടെ എനിക്കും എന്റെ കടയ്ക്ക് ഒരുപാട് പ്രൊമോഷൻ കിട്ടും. അതുകൊണ്ട് നിനക്ക് വിരോധമാവില്ലെങ്കിൽ നീ എന്നെ വന്നൊന്ന് സഹായിക്കാമോ? ഇത് കേട്ട നായിക ഓക്കെ പറയുന്നു. അങ്ങനെ അവനെ ആ ഫുഡ് എടുത്ത് കൊടുക്കാനൊക്കെ സഹായിക്കുവാണ്. ഈ സമയം ഇതെല്ലാം കാണുന്ന ആ വ്ളോഗർ വിചാരിക്കുന്നു ഇവര് കപ്പിൾസ് ആണെന്ന്. അങ്ങനെ അയാളുടെ വീഡിയോയില് ഈ പാനിപ്പൂരി കട നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കപ്പിൾസ് ആണ്. ഇവർ ഈ പ്രണയത്തിനെ പോലെ തന്നെ സുന്ദരമാണ്. ഇവര് തരുന്ന ഈ പാനിപ്പൂരി എന്നൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞ നായികയ്ക്കാണ് പണിയാവുന്നത്. അയാൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു വ്ളോഗർ ആയതുകൊണ്ട് അയാളുടെ ആ വീഡിയോ നല്ല രീതിയിൽ വൈറലാവുന്നു. അങ്ങനെ ആ വീഡിയോ കണ്ട ആൾക്കാരല്ല ആ വീഡിയോയിൽ ആ വ്ളോഗർ പറഞ്ഞത് അവര് കപ്പിൾസ് ആണെന്നല്ലേ. അങ്ങനെ ആ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങുന്നു. ആ നോർത്ത് ഇന്ത്യൻ പയ്യനെ വരെ നായിക കറക്കിയെടുത്തു എന്നുള്ള രീതിയിൽ നായികനെ മോശപ്പെടുത്തിയൊക്കെയാണ് നാട്ടുകാർ സംസാരിക്കുന്നത്. അങ്ങനെ നാട്ടിലത് വലിയ സംസാര വിഷയമായതുകൊണ്ട് തന്നെ നാട്ടുകൂട്ടം കൂടി അതിനൊരു തീരുമാനം എടുക്കുവാണ്. അങ്ങനെ കൂടി എല്ലാവരും നായികനെ ക്രോശിക്കുന്ന സമയം ആ നോർത്ത് ഇന്ത്യൻ പയ്യൻ അവിടേക്ക് ആ വ്ളോഗറെ കൂട്ടിക്കൊണ്ട് വരുന്നു. എന്നിട്ട് ആ വ്ളോഗറെ കൊണ്ട് പറയുകയാണ് അത് തനിക്കൊരു തെറ്റ് പറ്റിയതാണ്. അവരെ ഒരുമിച്ച് കണ്ടപ്പോൾ അവര് കപ്പിൾസ് ആണെന്ന് വിചാരിച്ച് അങ്ങനെ താനൊരു തെറ്റിദ്ധാരണന്റെ പുറത്ത് അതെല്ലാം പറഞ്ഞതാണെന്ന്. അങ്ങനെ ഇതെല്ലാം കേട്ട നാട്ടുകാര് അല്ലെങ്കിൽ ആ നാട്ടുകൂട്ടം ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്തു വിടുന്നു. എന്നാൽ ആ ഒരു കാര്യത്തിന് ശേഷം നമ്മുടെ നായിക ശരിക്കും ആ പയ്യനെ പ്രണയിക്കാൻ തുടങ്ങുവാണ്. അതുപോലെ ആ പയ്യൻ അവളെയും. അങ്ങനെ അവര് തമ്മിൽ ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ആവുന്നു. അങ്ങനെ അധികം വൈകാതെ അവര് തമ്മിൽ പ്രണയത്തിലാവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവര് ശരിക്കും പ്രണയിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം നായകനെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന ആ പൂവാലന്മാരെ അറിയുവാണ്. അങ്ങനെ അവരെ നാട് മുഴുവൻ അറിയിക്കുന്നു. അങ്ങനെ നോർത്തിൽ നിന്ന് വന്ന ഒരു പയ്യൻ നാട്ടിൽ
വീട്ടിലൊരു പെണ്ണുമായിട്ട് പ്രണയത്തിലായി എന്നുള്ളത് കുറെ പേർക്കൊന്നും ഇഷ്ടാവുന്നില്ല. അങ്ങനെ ആ ഒരു ദേഷ്യത്തിന്റെ ഇഷ്ടക്കേടിന്റെ പേരിൽ അവർ ആ പയ്യന്റെ കടയെല്ലാം തല്ലിപ്പൊളിക്കുന്നു. അങ്ങനെ നാട്ടുകാർ വയലന്റ് ആയി എന്നറിയുന്ന സമയം ആ പയ്യൻ ഒരുപാട് പേടിക്കുവാണ്. അങ്ങനെയിരിക്കുന്ന അതേ സമയം തന്നെ മറ്റു ചില ആൾക്കാര് അവനെ ഇരുട്ടടി അടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഇഞ്ചുറി പറ്റി അവനങ്ങനെ റൂമിലിരിക്കുന്ന സമയം അവനെ കാണാൻ വേണ്ടി നമ്മുടെ നായികയെ ഫ്രണ്ടും ചെല്ലുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഇവിടെ നിൽക്കാൻ തന്നെ പേടിയാവുന്നു, ഇനി എന്തെങ്കിലും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് പേടിയുണ്ടെന്നും അവൻ പറയുവാണ്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് നായിക അവളുടെ കൂട്ടുകാരിയും അവനെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞു പോവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവന്റെ നാട്ടിൽ നിന്ന് ജമുന എന്ന് പറയുന്ന അവന്റെ കസിൻ അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അതായത് അവന്റെ കൂടെ ആ കട നടത്താൻ വേണ്ടി അവിടേക്ക് എത്തുവാണ്. അങ്ങനെ ആ പെണ്ണിനെ അവൻ നായികയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരാഴ്ച കഴിഞ്ഞു പോവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് മറ്റൊരു കാര്യം നായിക കേൾക്കുന്നത്, ആ നോർത്ത് ഇന്ത്യൻ പയ്യനെ അവിടെ കാണുന്നില്ല എന്ന്, അവൻ അവിടെ നിന്ന് നാട് വിട്ടുപോയെന്ന്. അങ്ങനെ അന്വേഷിക്കാൻ കഴിയുന്നിടത്തെല്ലാം നായിക അവനെ അന്വേഷിക്കുന്നുണ്ട്, എന്നാൽ എങ്ങൊന്നും കണ്ടു കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന അതേ സമയം തന്നെ നായിക മറ്റൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസും കേൾക്കുന്നു. നായികന്റെ പഴയ കാമുകൻ നായികനെ പ്രഗ്നന്റ് ആക്കി കടന്നു കളഞ്ഞില്ലേ, അതിലെ ആ നോർത്ത് ഇന്ത്യൻ പയ്യൻ അവന്റെ കസിനായ ജമുന എന്ന് പറയുന്ന പെണ്ണിനും ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടാണ് കടന്നു കളഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇപ്പൊ ഈ കാര്യം കൂടി അറിഞ്ഞ് നമ്മുടെ നായിക അക തകർന്നു പോകുന്നു. ആ നോർത്ത് ഇന്ത്യൻ പയ്യനുമായിട്ട് ആ സ്വാമി പറഞ്ഞ കാര്യങ്ങളെല്ലാം തിങ്ക് ചെയ്ത് അവളൊന്ന് കണക്ട് ആയി വരുമായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് തന്നെ ഇതൊരു വലിയ തിരിച്ചടിയായി പോയി. നായികനെ പ്രഗ്നന്റ് ആക്കി ചീറ്റ് ചെയ്ത് പോയവനും ഇവനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാന്ന് നായികയെ സമയം തിങ്ക് ചെയ്യുന്നു. കാരണം രണ്ടുപേരും തന്നെ അതേപോലെ ചീറ്റ് ചെയ്തു. അന്ന് നായികന്റെ പഴയ കാമുകൻ നായികനോട് അങ്ങനെ ചെയ്തിട്ട് പോയപ്പോ നായികയ്ക്കുണ്ടായ വിഷമം അവൾക്ക് മാത്രം അറിയത്തുള്ളൂ. അത് ശരിക്കും മനസ്സിലാക്കിയോണ്ട് തന്നെ ഇപ്പൊ ജെമിനിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായപ്പോ അവളുടെ ആ സങ്കടമെല്ലാം മനസ്സിലാക്കി നായിക അവൾക്കൊരു സപ്പോർട്ടായി നിൽക്കുന്നു. അങ്ങനെ അവിടെ ഇതിന്റെ കുറച്ചാൾ കഴിഞ്ഞു പോവാണ്. ഒരു വട്ടം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ പച്ചവെള്ളം കാണുമ്പോഴും പേടിക്കുമെന്ന് പറയാറുണ്ടല്ലോ, അതേപോലെ ഇനി എന്തായാലും നമ്മുടെ നായിക പ്രണയത്തിലേക്കില്ല എന്ന് ഉറപ്പിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീട്ടുകാരാണെങ്കിൽ നായികനെ കൊണ്ട് ഒരു കല്യാണത്തിന് നിർബന്ധിക്കുന്നു. ഈ സമയം നായിക വിചാരിക്കുവാണ്, ശരി വീട്ടുകാരുടെ സന്തോഷമെങ്കിലും നടന്നോട്ടെ എന്ന്. അങ്ങനെ അവര് കണ്ടെത്തുന്ന ഒരു ആലോചനയ്ക്ക് അവൾ ഓക്കെ പറയുന്നു. അങ്ങനെ ഒരു ജെന്റിൽമാനുമായിട്ട് നായികന്റെ കല്യാണം അവർ ഉറപ്പിക്കുവാണ്. അധികം താമസമില്ലാതെ അവർ ആ കല്യാണം നടത്തി കൊടുക്കുന്നു. അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് പാതിരാത്രി നായിക റൂമിലേക്ക് എത്തുവാണ്. ഈ സമയം അവളുടെ ഭർത്താവ് അവളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് നായിക ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഈ വ്യക്തി ആരാണെന്ന് അറിയാവോ? മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ നോർത്തിൽ നിന്ന് ഒരു പയ്യൻ നിന്റെ ജീവിതത്തിലേക്ക് എത്തും, അതിനുശേഷം നിന്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവും, നീ പഴയ പോലെ ആക്റ്റീവ് ആവുന്നൊക്കെ നായകനോട് പറഞ്ഞു കൊടുത്ത ആ സ്വാമിയില്ലേ, അയാളായിരുന്നു ഇത്. അയാളൊരു കള്ളസ്വാമിയാണെന്ന് നമ്മൾ അപ്പോഴേ പറയുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അയാൾ താടിയും മീശയെല്ലാം പഠിച്ച് ഒരു ജെന്റിൽമാൻ ലുക്കിൽ വന്നിരിക്കുന്നതാണ്. അങ്ങനെ ഇപ്പൊ ഇത് മനസ്സിലാക്കിയത് നായിക അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുന്നു. കാരണം നായികയ്ക്ക് അയാളെ ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ ഈ സമയം നായികന്റെ കാല് പിടിച്ച് അയാൾ പറയുവാണ്, ഞാൻ പണ്ടത്തെ ഉടായിപ്പെല്ലാം നിർത്തി, ഞാനിപ്പോ പുതിയൊരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് ഞാൻ അടിമുടി മാറിയിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, അത് നടത്തി അത്യാവശ്യ സമ്പാദ്യവും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ മാന്യ രീതിയിൽ നിന്നെ നോക്കാനുള്ളതല്ല എന്റെ കയ്യിലിപ്പോ ഉണ്ട്, ഇനി അങ്ങോട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിന്നെ നോക്കാനും എനിക്ക് കഴിയും. അതുകൊണ്ട് എന്നെ ഫാസ്റ്റ് ഒക്കെ ആലോചിച്ച് നീ എന്നെ വേണ്ടെന്ന് വെക്കരുത്, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് നിന്നെ കല്യാണം കഴിച്ചത്. ഇങ്ങനെയുള്ള അയാൾ പറയുന്ന സമയത്ത് എന്തായാലും ഇതിൽ വന്ന് വീണ് പോയില്ലേ, ഇനിയിപ്പോ വേറെ നിവൃത്തിയില്ലോ എന്നുള്ള രീതിയിൽ നായിക അയാൾക്ക് ഒരു ചാൻസ് കൊടുക്കുവാണ്. എന്തായാലും അയാൾ പറഞ്ഞ പോലെ അയാൾ അയാളുടെ വാക്ക് പാലിക്കുന്നു. പിന്നീട് അങ്ങോട്ട് അയാളെ നായകനെ നല്ല രീതിയിൽ നോക്കുവാണ്. അങ്ങനെ നായകന്റെ ലൈഫ് മെച്ചപ്പെട്ടു വരുന്നു. അങ്ങനെ നല്ല ഭാര്യയും ഭർത്താവുമായിട്ട് അവരങ്ങനെ ജീവിച്ചു വരുന്ന സമയത്ത് ഒരു ദിവസം നായികനെ കൂട്ടിക്കൊണ്ട് അയാളാണെങ്കിൽ ദൂരെ ഒരു സ്ഥലത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. നായികയ്ക്ക് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഭർത്താവ് അത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഒരു പാനിപ്പൂരി കടയിൽ നിർത്തുവാണ്. ഈ സമയം പാനിപ്പൂരി കടയിലെ ആ പാനിപ്പൂരി ഉണ്ടാക്കുന്ന വ്യക്തിനെ കണ്ട് നായിക ആകെ ഞെട്ടുന്നു. അതായത് മറ്റാരുമല്ലായിരുന്നു, അന്ന് ചെന്നൈയിൽ നിന്നും നാട് വിട്ടുപോയ ആ നോർത്ത് ഇന്ത്യൻ പയ്യനായിരുന്നു. അവനിപ്പോ ഇവിടെ എത്തി ഒരു കല്യാണം എല്ലാം കഴിച്ച് ഇവിടെ പാനിപ്പൂരി കടയെല്ലാം നടത്തി സുഖമായിട്ട് ജീവിച്ചു വരുവാണ്. അങ്ങനെ ഇപ്പൊ അവനെ കണ്ട നമ്മുടെ നായിക പഴയ കാര്യങ്ങളൊന്നും അവനോട് ചോദിക്കാനോ അതിന്റെ വലിയ പ്രശ്നം ഉണ്ടാക്കാനോ പോകുന്നില്ല. എന്തായാലും ഇപ്പൊ തനിക്ക് നല്ലൊരു ജീവിതം കിട്ടി, അവന് സന്തോഷമായിട്ട് ജീവിക്കുവാണെന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ അത് അങ്ങനെ തന്നെ പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പാനിപ്പൂരി എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഭർത്താവിനോടൊപ്പം അവിടുന്ന് ബൈക്കിൽ കയറി നായിക പോകുന്നതായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ഈ മൂവി എൻഡ് ചെയ്യുകയും. അപ്പൊ മച്ചാമാരെ, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? ഈ മൂവി കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവിനെ പറ്റി തോന്നിയ കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കണം. പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതുപോലുള്ള നല്ല നല്ല മൂവീസ് ആയിട്ട് ഞങ്ങൾ വരും. ദെൻ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.